ഹായ് ഫ്രണ്ട്സ്, അസാക്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണമൊക്കെ ആയല്ലോ അല്ലേ? ഓണസദ്യയൊക്കെ ഉണ്ടാക്കണ്ടേ? എല്ലായിടത്തും ഓണസദ്യ ഉണ്ടാക്കും അല്ലേ? ഓണസദ്യ ഉണ്ടാക്കുന്ന എല്ലാവരും പല വിധത്തിലാണ്. എല്ലാ വിഭവങ്ങളൊക്കെ ഒന്നാണേലും ചേരുവകൾ പലതാണ്, അനക്ക് പച്ചക്കറികളൊക്കെ പലതാണ്, എല്ലാം പല രീതിയിലാണ്. അപ്പോൾ ഞാൻ ആലപ്പുഴക്കാരിയാണ് കേട്ടോ. ഞങ്ങൾ ആലപ്പുഴക്കാർ ഓണസദ്യ ഉണ്ടാക്കുന്ന രീതി നമ്മുടെ ചാനലിൽ കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അത് ഓരോ കറികൾ ഓരോ ദിവസമായിട്ട് ഓരോ ഭാഗങ്ങളായിട്ട് കാണിക്കാന്നാണ് കരുതുന്നത്. നിങ്ങളെല്ലാവരും കാണണം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ കരുതിയിരിക്കുന്നത് ഇഞ്ചിക്കറിയാണ്. നമ്മുടെ ഓണം വിഭവങ്ങളിൽ ആദ്യം ഉണ്ടാക്കുന്നത് ഇഞ്ചിക്കറിയാണ്. ഓണസദ്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഭവം ഇഞ്ചിക്കറിയാണ് അല്ലേ? അത് ഓണസദ്യ എന്ന് മാത്രമല്ല, എല്ലാ സദ്യകളിലും ഏറ്റവും പ്രധാനപ്പെട്ടത് ഇഞ്ചിക്കറി തന്നെയാണ്. ഇഞ്ചിക്കറി എന്ന് പറയുന്നത് 108 കറികൾക്ക് തുല്യമാണെന്നാണ് പറയുന്നത്. അതിനെ പറ്റി ഒരു കഥ തന്നെയുണ്ട് ഐതിഹ്യത്തിൽ. വരരുചിയെ പറ്റി പറഞ്ഞ ഒരു വലിയൊരു കഥയുണ്ട്. അതിപ്പോൾ ഞാൻ പറയുന്നില്ല, കാരണം പറഞ്ഞ പോലെ ഒത്തിരി സമയമാകും. അപ്പോൾ 108 കറികൾക്ക് തുല്യമായ കറിയാണ് ഇഞ്ചിക്കറി. ഇഞ്ചി എന്ന് പറയുന്നത് നമ്മുടെ ദഹന വ്യവസ്ഥയ്ക്ക് വളരെ സഹായകമായിട്ടുള്ള ഒരു പച്ചക്കറിയാണ്. സദ്യക്ക് നമ്മൾ പലതരത്തിലുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളും പയറുവർഗ്ഗങ്ങളും ഒക്കെ കൂട്ടിയാണ് സദ്യ കഴിക്കുന്നത്. അപ്പം നമ്മുടെ ദഹനത്തിനെ സഹായിക്കാൻ വേണ്ടിയാണ് ഇഞ്ചിക്കറി പ്രധാനമായിട്ട് നമ്മൾ സദ്യയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഞങ്ങൾ ആലപ്പുഴക്കാർ സദ്യക്ക് ഇഞ്ചിക്കറി ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങളൊന്ന് ഇഞ്ചിക്കറി ഉണ്ടാക്കി കാണിക്കാം കേട്ടോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അത് കണക്ക് ഞാൻ ഓരോ ഭാഗങ്ങളുടെ ഓരോ വിഭവങ്ങൾ ഓരോ ദിവസങ്ങളിൽ ഓരോ ഭാഗങ്ങളായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓണം വരെ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കാണണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് ഇഞ്ചിക്കറി ഉണ്ടാക്കാം. ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു 1/4 കിലോ ഇഞ്ചി തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു 10-15 പച്ചമുളക് എടുത്ത് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്, വാളംപുളി. പിന്നെ മുളക് പൊടി ഞാനൊരു 3 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, അതിനൊക്കെ ആവശ്യത്തിന് കായപ്പൊടി. ഇത്രയും സാധനങ്ങൾ നമുക്ക് ഇഞ്ചിക്കറി വെക്കാനായിട്ട് വേണം. അപ്പം നമുക്ക് ആദ്യം ഈ പുളി ഒന്ന് വെള്ളത്തിലിട്ട് ഒന്ന് കുതിരാനായിട്ട് വെക്കാം. അതിനുവേണ്ടി ഞാനൊരു ഒരു വലിയ കപ്പ് വെള്ളത്തിനകത്തേക്ക് ഈ പുളി ഇട്ട് വെക്കാൻ പോവുകയാണെ ഒന്ന് കുതിരട്ടെ. പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഒന്ന് വറുത്തെടുക്കണം. അത് ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നതിന് ഇഞ്ചി വറുത്തെടുക്കുന്നത് വെളിച്ചെണ്ണയിൽ തന്നെ വറുത്തെടുക്കണം കേട്ടോ. വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുമ്പോഴാണ് ഇഞ്ചിക്കറിക്ക് ടേസ്റ്റ് കൂടുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മൺചട്ടിയിലാണ് കേട്ടോ ഞാൻ ഇഞ്ചിക്കറി ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇഞ്ചി വറുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിക്കണേ. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഞാൻ പറഞ്ഞില്ലേ, ആ ഇഞ്ചി വറുത്തെടുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിക്കണേ. എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഞ്ചി ഇതിലോട്ടിടാം. ഈ ഇഞ്ചി മുഴുവനും നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാവേ. ഇനിയിപ്പോൾ ഇതൊന്ന് ചുമക്കൊന്ന് നല്ലോണം മൂപ്പിച്ച് ഒന്ന് വറുത്തെടുക്കണേ ഇഞ്ചി. ഇതൊന്ന് നന്നായിട്ട് ഒന്ന് മൂത്ത് വരണം. കുറച്ച് സമയം എപ്പോഴും നമ്മൾ ഇളക്കി കൊടുക്കണമെന്നില്ല. ഒന്നിങ്ങനെ നിരത്തി ഇട്ടിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒന്ന് വാടി വരട്ടെ. ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് ഇത് വാടി കിട്ടും. ഇഞ്ചി മൂത്ത് വരാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ. പെട്ടെന്ന് നമ്മുടെ ഉപ്പേരി വറുക്കുന്ന പോലെ ഒന്ന് വറുത്തെടുക്കാനെന്ന് പറഞ്ഞാൽ നമ്മൾ ഇച്ചിരി സമയം വെയിറ്റ് ചെയ്താൽ മാത്രമേ ഇഞ്ചി ഒന്ന് വറുത്ത് കിട്ടത്തുള്ളൂ. ചിലയിടത്തൊക്കെ ഇഞ്ചി ഇങ്ങനെ കൊത്തി എരിഞ്ഞിട്ട് വറക്കാറുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഞാനിങ്ങനെ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ട് വറക്കുക ചെയ്യുന്നത്. കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞെടുക്കും, എന്നിട്ട് വറുത്തെടുക്കും. പക്ഷെ അന്നേരം ഒരു സ്വല്പ സമയം വേണ്ടി വരും ഒന്ന് മൂത്ത് വരാനായിട്ട്. അപ്പം തന്നെ ഒരു പകുതി മൂപ്പ് കഴിഞ്ഞു. ഇഞ്ചി മൂത്ത് വരാറായി കണ്ടോ. ഇനിയിപ്പോൾ ഒരു സ്വല്പ സമയം കൂടെ കഴിഞ്ഞാൽ നമുക്കിത് മാറ്റാൻ പറ്റും കേട്ടോ. ഏകദേശം ബ്രൗൺ കളറായി വരുന്ന ആ വെള്ളമെല്ലാം പറ്റി ഇഞ്ചിയുടെ കളറ് മാറി വരുന്നുണ്ട് കണ്ടോ. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് മൂപ്പിച്ചെടുക്കാൻ പറ്റുമേ. അപ്പോൾ നമ്മുടെ ഇഞ്ചി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ആ വെള്ള കളറൊക്കെ മാറി ചുമന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് കോരിയെടുക്കാവേ.
ഒത്തിരി മൂത്തുപോയാൽ കരിഞ്ഞു പോകും, അപ്പോൾ കയ്പ്പ് വരും. അതിന് മുമ്പ് നമുക്ക് എടുക്കണം കേട്ടോ. അപ്പോൾ ഇതേ ഇഞ്ചി മൂത്ത് വന്നിട്ടുണ്ട്. ഇതേ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കണ്ടോ. ആ ഈ വെള്ള കളറൊക്കെ മാറി ചുമപ്പ് കളറൊക്കെ ആയി. ഈ ഇഞ്ചി മൂത്ത് വരുമ്പോഴേ വെളിച്ചെണ്ണയ്ക്കകത്ത് ഇഞ്ചി ഇങ്ങനെ മൂപ്പിക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാട്ടോ, നല്ല മണമാണ്. പണ്ടൊക്കെ ഞങ്ങൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ ഉത്രാടത്തിൻ്റെ വൈകുന്നേരം ആട്ടോ വീട്ടിൽ ഇഞ്ചിക്കറിയും മാങ്ങാക്കറിയും നാരങ്ങാക്കറിയും ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അമ്മുമ്മയും അച്ഛനും അമ്മയും കൂടെ രാത്രിയിൽ ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ അവിടെ കുറേയേറെ കുട്ടികളുണ്ട്. ഞങ്ങൾക്കൊരു വലിയ പുളിമരം ഉണ്ടായിരുന്നു. അതേൽ അച്ഛനൊരു വലിയ ഊഞ്ഞാലും കെട്ടിത്തരും. അപ്പം ഞങ്ങൾ പിള്ളേരെല്ലാവരും കൂടെ ഊഞ്ഞാലാടുന്ന സമയമാണ് രാത്രി. നല്ല നിലാവും ഒക്കെ അല്ലേ, അന്നൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. അന്നത്തെ ഓണത്തിൻ്റെ ഭംഗിയും ആ സന്തോഷവും ഒന്നും ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പം ഇല്ല. അപ്പം നേരത്തെ ഉപ്പേരി വറക്കും, ഒരു പൂരാടത്തിൻ്റെ അന്നോ ഒക്കെ ഇങ്ങനെ ഉപ്പേരി വറുത്ത് വെച്ചേക്കും. അപ്പോൾ ആ ഉപ്പേരിയൊക്കെ മടിയിലൊക്കെ എടുത്ത് ഇട്ടുകൊണ്ട് ചെന്ന് ഊഞ്ഞാലാടുന്ന സമയത്തായിരിക്കും ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നത്. ഇഞ്ചിക്കറി ഉണ്ടാക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പിറ്റേന്ന് ഓണമാണല്ലോ, ഓണം ഇങ്ങ് എത്തിയല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പം ഞങ്ങൾ പിള്ളേരെല്ലാവരും കൂടെ അടിച്ച് പൊളിച്ച് ഊഞ്ഞാലാടി ഉപ്പേരിയൊക്കെ തിന്ന് എന്തൊരു ബഹളമായിരുന്നു. ഇപ്പോഴും എനിക്ക് ഓണത്തിനല്ലെങ്കിൽ പോലും ഇഞ്ചിക്കറി ഉണ്ടാക്കുമ്പം ഭയങ്കര ഒരു ഓണത്തിൻ്റെ ഓർമ്മയാണ് കേട്ടോ. ഇപ്പം ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അന്നത്തെ കാലമൊക്കെ ഓർമ്മ വരുന്നു. അച്ഛൻ മരിച്ചുപോയി, അമ്മുമ്മ മരിച്ചുപോയി, അവരാരും ഇന്നില്ല. അന്നത്തെ ആ നിറപ്പകട്ടൊന്നും ഇന്നത്തെ ഓണത്തിനില്ല താനും. എന്നാലും ശരി, നമ്മൾ എല്ലാം ചെയ്യും, വീട്ടിലെല്ലാം ചെയ്ത് കഴിയുന്നതും സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കും. അപ്പോൾ ദേ ആ ഇഞ്ചി മുഴുവൻ ഞാൻ കോരി എടുത്തിട്ടുണ്ട്. ആ നമുക്ക് ആ അടുപ്പങ്ങ് ഓഫ് ചെയ്തിടാം. ഇതേ കണ്ടോ, ഞാൻ കുറച്ച് എണ്ണയെ ഒഴിച്ചുള്ളൂ, എന്നിട്ടും ഇത്ര എണ്ണ മിച്ചം വന്നു കണ്ടോ. ഈ വെളിച്ചെണ്ണ, ഈ മിച്ചം വന്ന എണ്ണയെ നമുക്കങ്ങനെ എല്ലാത്തിനൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഞാനിങ്ങനെ ഇഞ്ചിക്കറിക്ക് വേണ്ടി ഇഞ്ചി എടുത്തിട്ട് മിച്ചം വരുന്ന എണ്ണ എടുത്ത് മീൻ വറക്കാൻ ഉപയോഗിക്കും കേട്ടോ. മീൻ വറക്കാനായിട്ട് നല്ലതാണ് കണ്ടോ. നമ്മൾ 1/4 കിലോ ഇഞ്ചി വറുത്തിട്ട് ഇത്ര ഇഞ്ചിയേ ഉള്ളൂ കണ്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് ആറി വരട്ടെ. ഇഞ്ചി നന്നായിട്ട് ആറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതൊന്ന് ഈ മിക്സിയുടെ ജാറിലോട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാവേ. ഞാൻ വീണ്ടും ആ പാത്രം തന്നെ അടുപ്പത്തോട്ട് വെച്ചു കേട്ടോ. എന്നിട്ട് നമുക്കിനി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ. എണ്ണയെ നമ്മൾ ആ ഇഞ്ചി വറുത്ത എണ്ണ തന്നെ കേട്ടോ ഒഴിക്കുന്നത്. മൂത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് കടുക് ഇടുക. കടുക് നമ്മൾ കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞ് അപ്പോൾ ഞാൻ മുളക് കുറച്ച് നമ്മുടെ വറ്റൽ മുളക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്തു. ഇനിയിപ്പോൾ കുറച്ച് കരിവേപ്പിലയും കൂടെ നമ്മൾ ഇച്ചിരി കൂടുതൽ കരിവേപ്പില ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ ഇഞ്ചിക്കറി കടുക് വറക്കുമ്പോഴേ കുറച്ച് കൂടുതൽ കടുകും മുളകും കരിവേപ്പിലയും സ്വല്പം കൂടുതൽ വേണേ. ഇനിയിപ്പോൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുത്തു. ഈ പച്ചമുളക് ഒന്ന് വഴന്ന് വരട്ടെ. ഞാൻ തീ വളരെ കുറച്ചാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. മൺചട്ടിയും കൂടല്ലേ, അപ്പം മൺചട്ടിക്ക് ചൂട് പിടിച്ചു കഴിഞ്ഞാൽ ചൂടവിടെ അതുപോലെ തന്നെ നിൽക്കും. സ്വല്പം തീ കുറച്ചാലും കുഴപ്പമില്ല. അപ്പം ഞാൻ തീ വളരെ കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. പച്ചമുളക് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഒത്തിരി വാടണ്ട, ഒന്ന് ചെറുതായിട്ട് വാടിയാൽ മതി. അതിനകത്തേക്ക് ഞാനൊരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുവാണ്. എന്നിട്ട് അതിനകത്തേക്ക് ഞാൻ എടുത്തു വെച്ചിരുന്ന 3 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കണേ. കാശ്മീരി മുളക് പൊടി സാധാരണ മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തതാണ്. ഇനി ഇത് ഇങ്ങനെ നമ്മൾ സാധാരണ പോലെ മൂപ്പിക്കാൻ നിൽക്കണ്ട, മുളക് വറക്കാനൊന്നും നിൽക്കണ്ട മുളക് പൊടിയെ. നമുക്ക് ഇതിനകത്തേക്ക് ഈ നമ്മൾ ജ്യൂസാക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളം കൂടെ ചേർക്കാവേ. പുളി ഞാനിവിടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ ചേർക്കും. ഇനിയിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഇഞ്ചി വറുത്തപ്പം ഇച്ചിരി ഉപ്പ് ചേർത്താണ് വറുത്തിരുന്നത്. അപ്പോൾ അതിന് ബാക്കിയുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാം. ഈ ഇഞ്ചിക്കറിക്ക് എരിവും പുളിയും ഉപ്പും ഒരുപോലെ മുമ്പിട്ട് നിൽക്കണം കേട്ടോ. അപ്പോഴാണ് ഇഞ്ചിക്കറിക്ക് ടേസ്റ്റ് വരുന്നത്. ഇഞ്ചിക്കറിയുടെ ടേസ്റ്റിനൊപ്പം തന്നെ എരിവും പുളിയും ഉപ്പും നിൽക്കണം. ഇതെല്ലാം ചേർത്ത് ഇഞ്ചിക്കറി പാകമായിട്ട് വന്നു കഴിയുമ്പം ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം ചേർക്കും കേട്ടോ. അതുകൂടെ ചേർത്ത് കഴിയുമ്പോഴാണ് ഇഞ്ചിക്കറിയുടെ ആ സ്വാദ് ഏറ്റവും നന്നാവുന്നത്. അപ്പം നമുക്ക് ലാസ്റ്റ് അതുകൂടെ ചേർക്കാം കേട്ടോ. തിളച്ച് വരട്ടെ. ഇഞ്ചിക്കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിനകത്തോട്ട് ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാവേ. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം.
കണ്ടോ, നമ്മളത് റെഡിയാക്കി വന്നപ്പോഴത്തേക്ക് നന്നായിട്ട് കുറുകിയാണ് കണ്ടോ വന്നിരിക്കുന്നത്. നമ്മൾ ആ ഇഞ്ചി പൊടിച്ചതുകൂടെ ചേർക്കുമ്പോൾ ഇത് നന്നായിട്ട് കുറുകും. ഒന്ന് തിളയ്ക്കണേ, കുറച്ച് സമയം, ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളച്ചോട്ടെ. അപ്പോഴത്തേക്ക് ഒന്നുകൂടെ ഒന്ന് വറ്റുകയും ചെയ്യും. നമ്മുടെ ഇഞ്ചിക്കറി നല്ലവണ്ണം കുറുകി റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഒത്തിരി സമയത്ത് തിളപ്പിച്ചൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഇത് കുറുകി കിട്ടിയേ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോണത് എന്താണെന്നറിയാവോ? ഇതിൻ്റെ ഈ ഉപ്പും പുളിയും എരിവും എല്ലാം ഒന്ന് ക്രമീകരിക്കാനായിട്ട് കുറച്ച് ശർക്കര ചേർക്കുവാണ്. ഞാനൊരു ചെറിയ കഷ്ണം ശർക്കര ചേർത്തിട്ടുണ്ട്. ആ മധുരം കൂടെ ചേർക്കുമ്പോഴാണ് ഇഞ്ചിക്കറിയുടെ സ്വാദ് അതിൻ്റെ ഏറ്റവും നല്ല രീതിയിലാവുന്നത്. നീ ആ ശർക്കര ഒന്ന് അലുത്ത് വന്നോട്ടെ. ഉപ്പൊക്കെ നോക്കിയായിരുന്നു കേട്ടോ. പുളി പിന്നെ നമ്മൾ നോക്കണ്ട, പുളി രണ്ടാമത് ചേർക്കാൻ പറ്റത്തില്ല. ഉപ്പൊക്കെ നോക്കി അതൊക്കെ കറക്റ്റാണ്. ദേ ഇനിയിപ്പോൾ ശർക്കര കൂടെ ഒന്ന് അലുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ അടുപ്പ് ഓഫ് ചെയ്യുവാണേ. ഇതേ നല്ല കുറുകി നല്ല ബ്രൗൺ കളറിൽ നല്ല സൂപ്പറായിട്ടുള്ള ഇഞ്ചിക്കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ ആലപ്പുഴക്കാരുടെ സദ്യയുടെ ഇഞ്ചിക്കറിയാണ്. അപ്പോൾ ഇത്തവണത്തെ ഓണസദ്യക്ക് നിങ്ങളെല്ലാവരും ഈ ഇഞ്ചിക്കറി ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇത് ഇഞ്ചിക്കറിയുടെ കളറൊക്കെ കണ്ടോ? ഈ കളറൊക്കെ വരുന്നതിൽ നമ്മൾ ഇഞ്ചി മൂപ്പിക്കുന്നതിലൊക്കെ ഒരു വലിയ പങ്കുണ്ട്. ഇഞ്ചിയുടെ മൂപ്പ് ഒത്തിരി കൂടുകയും ചെയ്യരുത്, എന്നാൽ കുറയുകയും ചെയ്യരുത്. കുറഞ്ഞു പോയാൽ നമുക്ക് ഇഞ്ചിക്കറിക്ക് ഈ കളറ് കിട്ടത്തില്ല, കൂടിപ്പോയാൽ ഇഞ്ചിക്കറി കരിഞ്ഞു പോയിട്ട്. അപ്പോൾ ഇഞ്ചി നമ്മൾ മൂപ്പിക്കുമ്പം വറുത്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇഞ്ചിക്കറി ഉണ്ടാക്കുമ്പോൾ മുളകും അതിന് ചേർക്കുന്ന മുളക് പൊടിയും പുളിയും ഉപ്പുമൊക്കെ ഇഞ്ചിക്കറിക്ക് ഒപ്പം തന്നെ സ്വല്പം മുമ്പിട്ട് നിൽക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. ലാസ്റ്റ് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് ശർക്കര കൂടെ ചേർത്ത് മധുരം കൂടെ ചേർത്ത് കഴിയുമ്പോഴത്തേക്കും ഇഞ്ചിക്കറി നല്ല അടിപൊളി ടേസ്റ്റുള്ള ഇഞ്ചിക്കറി നമുക്ക് കിട്ടും. അപ്പം നമ്മുടെ ഇഞ്ചിക്കറി ഇതേ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചിക്കറി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഈ ഇഞ്ചിക്കറി ഉണ്ടാക്കി നോക്കണം. അതിനൊക്കെ തന്നെ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ തന്നെ വരാം കേട്ടോ. അതുപോലെ ഞാൻ ഈ വീഡിയോ ഇടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മൾ ഓണസദ്യക്ക് ഇലയിൽ വിളമ്പുന്ന രീതിയിൽ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അത് കാണണം. അപ്പോൾ ഓണസദ്യക്ക് ഏത് രീതിയിലാണ് ഏതെല്ലാം കറികളാണ് വിളമ്പുന്നതെന്ന് കൂടെ അതിനകത്ത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അറിയാൻ വയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.